ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മുടെ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവരും ഉള്ള ദിവസം കേട്ടോ. ഇന്ന് എക്സാമൊന്നും ഇല്ല. അപ്പോൾ പിള്ളേർക്ക് എക്സാം തുടങ്ങി. ഇന്ന് എക്സാമൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ ചുമ്മാ കുറച്ച് നാളായി ബിരിയാണി ഒക്കെ ഉണ്ടായി. ഇന്ന് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നത് കുറച്ച് ദിവസമായിട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് കീമ റൈസ്, ഇന്നലെ ചേട്ടൻ കീമ റൈസ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീമ റൈസ് കൊണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തിട്ട് അരമണിക്കൂർ കുതിർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി വെള്ളത്തിൽ കുതിർത്ത് അരമണിക്കൂർ വെക്കാം കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിള്ളേർ എഴുന്നേറ്റ് വന്നോളൂ, 4 ദിവസം എഴുന്നേറ്റ് വന്നോളൂ. ഞാനും ചേട്ടായി ഓവർനൈറ്റ് ഓട്സ് ആണ് കഴിച്ചത്. ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. എനിക്ക് സാധാരണ ഓട്സ് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുന്നേക്കാൾ ഇഷ്ടം ഓവർനൈറ്റ് ഓട്സ് ആണ്. അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പിള്ളേർക്കെല്ലാം കുട്ടി ദോശയാണ്. അവർ ഒരാൾ കഴിച്ച് കഴിഞ്ഞ് ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടുണ്ട് അരിച്ച് പോകാൻ വേണ്ടി. ഫ്രീസറിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് 2 സവാള മതി കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബിരിയാണിയുടെ മേളിൽ ഫ്രൈ ചെയ്തിടാനുള്ള സവാളയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം വെച്ച് മതി കേട്ടോ. നമുക്ക് വൃത്തിയാക്കി എടുക്കാവേ. ഞങ്ങൾക്ക് ട്രാവൽ എവിടെയെങ്കിലും പോകുന്നത് കുറവാട്ടോ. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി ബൈക്കുകൾ പറ്റിയിട്ട് വർക്ക്ഷോപ്പിൽ കിടപ്പല്ലേ. നമുക്ക് ബൈക്കിൽ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് പോകുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണോ. 1 മാസത്തോളമായി നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട്. ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലേക്ക് കാർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകാം എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞാൽ നമ്മൾ വേളാങ്കണ്ണിക്ക് നമ്മുടെ കാറിൽ തന്നെയാണ് പോയിരുന്നത്. ഇക്കൊല്ലം പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല എന്താവും. കഴിഞ്ഞ ദിവസം ചെറിയൊരു മഴ പെയ്യും. ചെറിയൊരു മൂടലുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. എറണാകുളം ജില്ലയിലൊക്കെ മഴ പെയ്യുമെന്ന് കേൾക്കുന്നു, അറിയില്ല. കേട്ടു. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മൂടലുണ്ട്. രാവിലെ നല്ല മൂടിക്കിടക്കും. ഉച്ച കഴിയുമ്പം തെളിയുന്നുണ്ട്. എന്നാലും നമ്മുടെ അവൽക്കപ്പ ഉണ്ടായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഉണക്കി വെച്ച് കപ്പയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് കുറച്ച് പറിച്ചിട്ട് ഉണക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അവൽക്കപ്പ ഉണ്ടാക്കിയത്. വെയിലുണ്ടെങ്കിലല്ലേ നമുക്ക് ഉണങ്ങി കിട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചീത്തയായി പോകില്ലേ കപ്പ ഉണങ്ങിയില്ലെങ്കിൽ. മഴക്കാർ നിൽക്കുന്നതുകൊണ്ടേ ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. സവാള അരിയും ചിലപ്പം കണ്ടോ, ചിലപ്പം കണ്ടരിയേ. എന്താണോ കണ്ടരിയുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. ഉറങ്ങിയിട്ടേക്കും ഏറ്റ് വരുന്ന ഉടനെ സവാള അരിയുമ്പോൾ സാധാരണ കണ്ടരിയാണ്. ഇന്നെന്താണെന്നറിയില്ല. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നേരെ നമുക്ക് വീണ്ടും വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. ഈ വലിയ വെളുത്തുള്ളിയാണെങ്കിൽ നന്നാക്കാം. പക്ഷേ ചെറിയ വെളുത്തുള്ളിക്കാണ് ടേസ്റ്റ് വരുന്നത് അല്ലേ. പക്ഷെ ചെറിയ നന്നാക്കുന്നേക്കാളും ഇഷ്ടം എനിക്ക് വലുതാട്ടോ. എല്ലാവർക്കും തന്നെ അങ്ങനെയായിരിക്കുമല്ലോ. ചെറിയ വെളുത്തുള്ളി ആകുമ്പോൾ ഉണ്ടാക്കാം. ഈ വെളുത്തുള്ളി ഒത്തിരി
ഒത്തിരി അച്ചാറൊക്കെ ഇടാൻ വേണ്ടി വെളുത്തുള്ളി പൊളിക്കുമ്പോൾ വെളുത്തുള്ളിയിൽ ഇങ്ങനെ എണ്ണ നന്നായിട്ട് തേച്ചിട്ട് വെയിലത്ത് വെച്ചാൽ മതി എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പെട്ടെന്ന് വെളുത്തുള്ളിയുടെ തോല് ഇട്ടുപോരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ഓരോ യൂട്യൂബിൽ ഓരോ ചാനലിൽ പറയുന്നത് കേട്ടതാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ അച്ചാറൊക്കെ ഇടുന്നുണ്ട് ചുമ്മാ ചെയ്ത് നോക്കട്ടോ. എണ്ണ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് വെയിലത്ത് വെക്കുക. പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ പറയുന്നത്. ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ തന്നെ പറ്റുന്നുണ്ടോ ഇങ്ങനെയൊക്കെ. ഒത്തിരി വെളുത്തുള്ളിയുടെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ അച്ചാറിടാനൊക്കെ എല്ലാവർക്കും ഈ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ എല്ലാവർക്കും പൊടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. പിള്ളേർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ബുധനാഴ്ച വരെയുള്ള എക്സാം, ഒരാൾക്ക് ഫ്രൈഡേ വരെയുണ്ട്. ഒരാൾക്ക് ബുധനാഴ്ച കഴിഞ്ഞിട്ട് കോൺവൊക്കേഷൻ ഡേ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഇടാട്ടോ. ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട് അവർക്ക്. എല്ലാം വിളിച്ചിട്ട് വീഡിയോ ഇടാട്ടോ. ആനുവൽ ഡേയുടെ വീഡിയോ ഇട്ടിട്ടില്ല. അത് എത്രയും നേരം ഇടാവേ. സമയം കിട്ടുന്നില്ല. കുറച്ച് ബിസി ആയിപ്പോയി ഈ വീക്ക്. അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. അത് ഇടാട്ടോ. കുഞ്ഞുട്ടിയുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ചുട്ടുവിൻ്റെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. എല്ലാം അത് ഡാൻസ് മാസ്റ്ററൊക്കെ വന്നിട്ട് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഡാൻസ് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പേരൻസിന് ഡാൻസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന് ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായ പ്രോഗ്രാംസ് ആയിരുന്നു. ഏകദേശം 11 മണി ഉണ്ടായപ്പോഴാണ് തോന്നുന്നു കഴിഞ്ഞത്. 4 മണിക്കാണ് തുടങ്ങിയ പ്രോഗ്രാം. ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഡേ തന്നെയല്ലേ ആനുവൽ ഡേ ഒക്കെ നടത്താറ്. ഇപ്പം എല്ലാ സ്കൂളിലും വൈകിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം കഴുകിയെടുക്കാവേ. കഴുകിയെടുത്തിട്ട് അരിയട്ടെ. ചേട്ടായി ചിക്കൻ വറുത്തിട്ടേ കറി വെക്കാം. കുറച്ച് മസാല ഒക്കെ ഇട്ടത് എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല കേട്ടോ. സോസ് മാത്രം ഷാലോ ഫ്രൈ ചെയ്താണ്, ഡീപ് ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി സാധാരണ ചില്ലിയുടെ പൊടിച്ചിട്ട് വെച്ചേക്കുന്ന കേട്ടോ. അത്യാവശ്യം എരിവ് കൊണ്ടിട്ട് തന്നെയാണ്. ഇന്നലെ ഞാൻ കറി ഉണ്ടാക്കുന്ന നല്ല എരിവുണ്ടായിരുന്നു. കാശ്മീരി അണ്ടേലും ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി ചില്ലി സോസ് കൊടുക്കില്ല. ചില്ലി ചിക്കൻ ഒഴിക്കാനാണ്. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത്ര ഉള്ളോ അത് ഒഴിക്കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് എല്ലാം തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാവേ. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ മാഷുണ്ട് ബിരിയാണി ഉണ്ടാക്കണേ. നമ്മുടെ ബിരിയാണി അരി വെള്ളത്തിട്ടിട്ട് അരമണിക്കൂറാണ്. ദയവായി ചെയ്തത് കഴുകി വെച്ചേക്കുന്ന 3 ഗ്ലാസ് അരിയുണ്ട്. കഴുകി വെച്ചേക്കുന്നതാണ്. കഴുകിയതാണ്. സവാള കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അരിഞ്ഞില്ലായിരുന്നു. നമ്മുടെ കനം കുറച്ച് അരിയില്ല. ഇന്നൊരു കനം ഞാൻ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മസാലയിലും പിടിക്കട്ടെ. നമുക്ക് വറുക്കണം. ഞാൻ ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്യുള്ളൂ. പിള്ളേരെ കൊന്നിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ദോശ വെച്ചുകൊണ്ട് തീരെ കണ്ടിരിക്കണ്ടേ. എപ്പോൾ കഴിയുമ്പോൾ നമ്മളെ കഴിക്കുള്ളൂ.
അപ്പോൾ നന്നായിട്ട് വേച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബിരിയാണി കാണാം. ബിരിയാണി ഉണ്ടാക്കണം അല്ലേ. ചേട്ടായി നമ്മുടെ ബിരിയാണിക്കുള്ള സവാള നല്ല കനം കുറച്ച് പടപടാന്ന് അരിയുന്നുണ്ട്. അപ്പോൾ ചേട്ടായി ഇഞ്ചി പറിക്കുക കേട്ടോ. ഇഞ്ചി അവിടെ ഇഞ്ചി നട്ടെന്ന് തോന്നുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പറിച്ചില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ഇഞ്ചി ഉണ്ടോ എന്ന്. ഇഞ്ചി ആവശ്യത്തിൽ കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നില്ല. ഞാൻ ചിക്കൻ എടുത്തപ്പോൾ ചേട്ടായിക്ക് ഇഞ്ചിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഉണ്ടോ ഇഞ്ചി കെട്ടുപോയെന്നറിയില്ല. പറിക്കേണ്ടതൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ചിക്കൻ എല്ലാം പെരട്ടി വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമാണ്. എനിക്കൊരു പണി ചെയ്യാനുണ്ടായിരുന്നു. എന്താ നോക്കേ, കുജിനൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പം നമുക്ക് പാൻ ഒഴിച്ചു കൊടുക്കും. നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാവേ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. വേഗം കേട്ടോ. ഒരു 70 to 80% വെന്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അടുത്ത ട്രിപ്പ് 2 ട്രിപ്പായിട്ട് നമുക്ക് വറക്കാൻ വേണ്ടി. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേട്ടായി നിലത്തേക്ക് ചതയ്ക്കും കേട്ടോ. മറ്റേ ഇടിക്കല്ലിൽ എനിക്ക് ചിക്കൻ ആവശ്യമുള്ളതെല്ലാം ചതച്ച് വെച്ച് ഇതിൽ ചേട്ടായിയുടെ ഇടയാണ് ബിരിയാണി മേക്കർ. അപ്പോൾ ചേട്ടായിയാണ് അതെല്ലാം ചെയ്യുന്നത്. ഞാനിവിടെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു 80% എല്ലാം മതി. അപ്പോൾ ചേട്ടായി നമ്മുടെ ബിരിയാണിക്കുള്ള പരിപാടിക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പാൻ അടുപ്പ് വെച്ചു, എണ്ണ വെച്ച് നമ്മുടെ സവാള ഫ്രൈ ചെയ്യുന്ന പരിപാടിയാണ്. സവാള ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഒരു 80%, 70 to 80% ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്ത് പെപ്പിടാവേ. നമ്മുടെ സവാള നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ബേ ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ എന്തായിട്ട് ബേ ലീവ്സ്, പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സവാള ഉണക്കമുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ 3 ഗ്ലാസ് അരിയാണ്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരി ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ 4.5 ഗ്ലാസ് വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് അളന്ന് വെച്ച് വെക്കാം കേട്ടോ. ചേട്ടായി ഇട്ട് കൊടുത്തോ. അപ്പോൾ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം കേട്ടോ.
കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതിട്ട് കൊടുക്കാം. കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചുട്ടുപോലെ ഓടി വരെ ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിച്ച് ഇപ്പോൾ ഓടി വരും കേട്ടോ. അതൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ചേട്ടായിയുടെ ബിരിയാണി ഉണ്ടാക്കണേ. എനിക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, ചേട്ടായിയാണ് ഞാൻ ഉണ്ടാക്കാറ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിരിക്കുക. നമുക്ക് വെള്ളം എടുത്ത് വെക്കാം. 4.5 ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം. 2 ഗ്ലാസ് എടുത്തു, 3 4. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം കേട്ടോ. വെള്ളം ഏതോ ഗ്ലാസ്സിലാണോ അരി എടുത്ത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രമിക്കണേ. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഉപ്പ് നോക്കുക. കുറച്ച് കൂടുതൽ നിൽക്കണം. അരിങ്ങോട്ട് ഇടുമ്പോൾ ഒക്കെ ആണല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് നെയ്യിട്ട് കൊടുക്കാം അല്ലേ കൈ? ഉപ്പ് കൊടുക്കണോ? അല്ലേ നമുക്ക് നെയ്യിട്ട് കൊടുക്കാവേ. നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, പഠിത്തങ്ങൾ നോക്കി എത്ര ചാപ്റ്റർ ഉണ്ടാവണം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് 3 പഠിത്തങ്ങൾ പഠിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ടി വി കാണാം. സിനിമ കാണാം. സിനിമ ആട് ഇന്നലെ ഇറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാല്ലേ. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന് ഇന്നലെ വൈകിട്ട് ഇറങ്ങിയ ആട് സിനിമ അവന് ഇപ്പം കാണും. എന്തായി നമുക്ക് നാരങ്ങ തിളച്ച് കഴിഞ്ഞ് നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ അരിയിടാം. നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 3 ഗ്ലാസ് അരി വെച്ചില്ലായിരുന്നോ? അരി വെച്ചിട്ട് നന്നായിട്ട് കഴുകി അരമണിക്കൂർ കൂടുതൽ ഞങ്ങൾ വെള്ളത്തിൽ വെച്ചായിരുന്നു കേട്ടോ. കുതിർക്കാൻ വെച്ചായിരുന്നേ. ഇച്ചിരി സമയം കൂടി പോയി. അത് നന്നായിട്ട് വെള്ളം തോരാനായിട്ട് വെച്ചായിരുന്നു. ഇപ്പോൾ വെള്ളം ഫുള്ള് പോയിട്ടുണ്ടേ. ആ അരി നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത് സോപ്പ് ഇട്ടില്ലേ, സോപ്പ് കളയാതെ സ്പൂൺ വെച്ച് കളയാതെ ഫുള്ള് വെള്ളം. അപ്പോൾ നമ്മുടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂവെള്ള റൈസ് കിട്ടുന്നുണ്ട്. ആൾക്കാർ പറഞ്ഞേക്കാം കട്ടറില്ല. നമ്മുടെ അരമുറി നാരങ്ങ പിഴിഞ്ഞ് ശകലം നമുക്ക് അര പിഴിഞ്ഞ് നോക്കാവേ. നെല്ലിക്ക ഉണ്ടായിരുന്നു, നാരങ്ങ ഉണങ്ങി ഇതാ ഉണ്ടായിരുന്നു. നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ റെഡി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാവേ. ഇതിങ്ങടെ എടുത്ത് മാറ്റിട്ട് ആ എണ്ണ കുറച്ചുള്ള ആ എണ്ണയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ. ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ എണ്ണയിലേക്ക് തന്നെ എടുക്കുന്നത് നമ്മുടെ സവാള 4 കട്ടിയിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാണേ. അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്, സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പപ്പടം കാച്ചിലാട്ടോ. നമ്മുടെ അപ്പോൾ നമ്മുടെ പപ്പടം എല്ലാം കാച്ചി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി ഓക്കെ ആയിട്ടുണ്ടോ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. വാവ്, നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. സമയം 12:30 ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണേ. ബിരിയാണി സെറ്റായി. നമ്മുടെ ചിക്കൻ, വാവ്, നമ്മുടെ ചിക്കൻ കണ്ടോ, നല്ല ഹോട്ടൽ കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ കറി. സ്റ്റീക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. ഉമ്മ കൊടുത്തേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ചെയ്യണേ. ലൈക്ക് ചെയ്യണേന്ന് പറഞ്ഞേ. ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നമ്മുടെ സാലഡ് ഒഴിച്ചു, നമ്മുടെ അച്ചാർ, മാങ്ങാച്ചാർ ഇട്ടു. ഇത് നമ്മുടെ പപ്പടം വെച്ച് നമ്മുടെ ലഞ്ച് സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രതികരണമാണ് ഞങ്ങൾക്ക് വീണ്ടും വീഡിയോ ഇടാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പൊന്നൂട്ടീനെ ഡാൻസിന് കൊണ്ടാക്കിയിട്ട് വന്നാട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കപ്പ പറിക്കലാട്ടോ. നമ്മൾ അവൽക്കപ്പയ്ക്ക് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നി. അതുകൊണ്ട് ഒരു കപ്പ, ഇപ്പോൾ നല്ല വെയിലുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് പറിച്ചു വെച്ചിട്ട് നാളെ പെട്ടെന്ന് അരിഞ്ഞ് വെയിലത്തേക്ക് ഇടാമെന്ന് കരുതിയാണേ. ഇപ്രാവശ്യം കപ്പ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി കൊടുക്കാനുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കൊടുക്കാനൊന്നുമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും 1 കപ്പ 2 കപ്പ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിൽ ഇച്ചിരി കപ്പ കാണുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മുടെ കപ്പ ഒത്തിരി അടിയിലേക്കാണ് തോന്നുന്നത്. അത് നിർത്തിയില്ലേ ഞാൻ പൈപ്പ്? അപ്പോൾ നമ്മുടെ കപ്പ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വന്നേ ഇന്നലെ എന്നേക്കും അറിയോ? വാ അമ്മ എടുക്കാൻ മുന്നേ വായോ. ഈച്ച വരും കേട്ടോ, ഈച്ചക്കുട്ടി. ഈച്ച വരും, ഈച്ച.
അപ്പോൾ നമ്മുടെ കപ്പ പറിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ അറ്റ ഒടിഞ്ഞു പോയത്, സെൻട്രലത്തെ. അപ്പോൾ അതിൻ്റെ അറ്റം പോയിട്ടുണ്ട്. എന്തോ നമ്മുടെ കപ്പ പറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മാഷ് മടുത്ത മാഷേ, ചെറുതായിട്ട് മടുത്തു. ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം, നാരങ്ങ വെള്ളം കുടിക്കാം അല്ലേ. നല്ല ദാഹം. ബിരിയാണി ഉച്ചയ്ക്ക് കഴിച്ചോണ്ടേ. എന്താടാ മുത്തുമണി? മഴച്ചുണ്ടി കിടപ്പുണ്ട് അവിടെ. എല്ലാവരോടും ഹായ് പറഞ്ഞേ. ഹായ്. ഹായ്. അപ്പം നമ്മൾ കപ്പ പറിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര ദാഹം. ലെമൺ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് നമ്മുടെ വാട്ടർമെലൻ്റെ കാര്യം ഓർത്ത്. അങ്ങനെ നമ്മൾ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കുവാണേ. ശരിക്കും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചേട്ടായി തന്നെ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടായി തന്നെ ഉണ്ടാക്കുന്നു. ഞാൻ കഞ്ഞിയുടെ പരിപാടി. തണുപ്പുണ്ടോ? ഞാനും കുടിക്കട്ടെ. നമ്മുടെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ടോ. അതുകൊണ്ട് വൈകുന്നേരം കഞ്ഞി കുടിക്കാമെന്ന് ഓർത്തേ. ഞാൻ അരിയും പയറും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കേട്ടോ. പിന്നെ അരിയും പയറും, പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ഗ്യാസൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇടിച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെയാട്ടോ ഞാൻ കഞ്ഞി വെക്കാറ് സാധാരണ. കുറച്ച് ഉപ്പും കൂടെ ഇടുക. എന്നിട്ടൊരു 5-6 വിസിലടുപ്പിച്ചാൽ നമ്മുടെ കഞ്ഞി റെഡിയാവും. പരിപാടിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ 2 ഉള്ളികളും ഇടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം.